വളർത്താനായിട്ട് വേണ്ടി കോടതി കണ്ടുപിടിച്ചൊരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു നയമാണ്, അവന് ജീവപര്യന്തം കൊടുത്താൽ മതി, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് അത് മതിയെന്ന്. ആ മരിച്ചുപോയ പെൺകുട്ടിക്ക് ഇതുവരെ നീതി വാങ്ങി കൊടുക്കാൻ നമ്മുടെ നീതിപീഠത്തിന് സാധിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെ ആ അമ്മ ഇപ്പോഴും കണ്ണീർ കടലിലാണ്. അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഗോവിന്ദച്ചാമി ആരോ സഹായിക്കാനായിട്ട് ജയിലിനുള്ളിലും ജയിലിന് പുറത്തുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദച്ചാമി ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേ വരുള്ളൂ. റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ട്, ഈ ഗോവിന്ദച്ചാമി ഇറങ്ങിയ സമയത്ത് ആ വഴിയിൽ കൂടി ഏതെങ്കിലും പെൺകുട്ടികൾ പോയിരുന്നെങ്കിൽ, അവന്റെ കയ്യിൽ ആ പെൺകുട്ടികളെ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ, ഇനിയൊരു സൗമ്യ കൂടി അവിടെ ആവർത്തിച്ചേനെന്ന്. ഇതുപോലെ കാമവെറി പൂണ്ട ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൈ മാത്രമുള്ള വികലാംഗനായിട്ടുള്ള ആ വികലാംഗനെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ തന്തയ്ക്ക് പിറക്കാഴിയെ കാണിച്ച് ഇവനെ ഇങ്ങനെ പൂവിട്ട് പൂജിക്കാനേ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് കഴിയുള്ളൂ. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കാനോ അവനെ തൂക്കിലേറ്റ് കൊല്ലാനോ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്കൊന്നും കഴിയില്ല. എന്താ കാരണം? അവൻ എത്ര വേണ്ടപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലേ സുപ്രീം കോടതിയുടെ നയം നമ്മൾ കണ്ടപ്പോൾ, ആ അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ, ആ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവനെ പറ്റി ഓർത്തപ്പോൾ, 6-ാം തീയതി ആയപ്പോഴത്തേക്കും ആ പെൺകുട്ടി ജീവനറ്റു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്.